യോഗാധ്യക്ഷൻ ഡോക്ടർ എ അഭിലാഷ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ഭാരതീയ ചികിത്സാ വകുപ്പ്. ഇവിടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ ദേവിദാസ് എൻ ഐ, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, കൊല്ലം ജില്ലാ കളക്ടർ. അതോടൊപ്പം തന്നെ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഇപ്പോൾ ആശംസ അർപ്പിച്ച ഡോക്ടർ ദേവകിരൺ, ജില്ലാ പ്രോഗ്രാം മാനേജർ, നാഷണൽ ഹെൽത്ത് മിഷൻ. ഈ യോഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്ത ഡോക്ടർ പൂജ പി, ജില്ലാ പ്രോഗ്രാം മാനേജർ, നാഷണൽ ആയുഷ് മിഷൻ. പ്രിയ ഡോക്ടർ ഷൈജു, DPM തിരുവനന്തപുരം. അതോടൊപ്പം തന്നെ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ശ്രീജിത, ഡോക്ടർ ശ്രീരാജ് എന്നിവർ. നന്ദി പ്രകാശിപ്പിക്കുന്ന ഡോക്ടർ സോണിയ അനു, മെഡിക്കൽ ഓഫീസർ, നാഷണൽ ആയുഷ് മിഷൻ കൊല്ലം. വേദിയിലും അതുപോലെ തന്നെ സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട നാച്ചുറോപ്പതി യോഗ ഡോക്ടർമാർ, യോഗ തെറാപ്പിസ്റ്റുകൾ, യോഗ ട്രെയിനിങ്, മറ്റ് നാച്ചുറോപ്പതി യോഗ സിസ്റ്റത്തിന്റെ പ്രയോക്താക്കൾ, സ്നേഹിതർ, സപ്പോർട്ടേഴ്സ്. അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം 3 ദിവസങ്ങൾക്ക് മുന്നേ ഇതേപോലെ തന്നെ നാഷണൽ ആയുഷ് മിഷന്റെ സംസ്ഥാന തലത്തിലുള്ള നാച്ചുറോപ്പതി ഡേ സെലിബ്രേഷന് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം. അപ്പോൾ അന്നും ആ ഒരു മീറ്റിങ്ങിലും ഇന്നിവിടെയും ഇതേപോലെ തന്നെ ഇന്ന് എല്ലാ ഡിസ്ട്രിക്ട്സിലും വളരെ ശക്തമായ രീതിയിൽ നാച്ചുറോപ്പതി ഡേയുടെ സെലിബ്രേഷൻ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ നവംബർ 18 നടക്കേണ്ടതെങ്കിലും പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് തങ്ങളുടെ തന്നെ ഹോസ്പിറ്റലുകളിലും അതുമല്ലെങ്കിൽ അടുത്തുള്ള പ്രദേശങ്ങളിലും എല്ലാം ഈ രീതിയിലുള്ള ആഘോഷങ്ങൾ ഉള്ളത് കൊണ്ട് നാമിന് പലപ്പോഴും ആ ദിവസം തന്നെ നടത്താൻ കഴിയാറില്ല. എങ്കിലും എല്ലാ കൊല്ലവും നാം ഒരു കാര്യം ഉറപ്പുവരുത്താറുണ്ട്, ഇതെല്ലാ ജില്ലകളിലും നടക്കുന്നു, വളരെ ഭംഗിയായി നടക്കുന്നു. അതിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് എന്നും നാം ഈ പരിപാടികൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഈ മീറ്റിംഗ്സിലെല്ലാം നമ്മളുടെ ബഹുമാനപ്പെട്ട നാമിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. അതേപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ചികിത്സാ വിഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ, അവർ പല കപ്പാസിറ്റിയിലായിരിക്കാം. നാമിന്റെ ഒഫീഷ്യൽസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആയുഷ് മിഷന്റെ ഒഫീഷ്യൽസ് ആയിട്ടായിരിക്കാം, അതുമല്ലെങ്കിൽ ഗവൺമെന്റിലെ മറ്റ് പൊസിഷൻസിൽ ഇരുന്നുകൊണ്ടാകാം, മെഡിക്കൽ ഓഫീസേഴ്സ് എന്ന രീതിയിലാകാം. ഇവരെല്ലാം ഈ മീറ്റിങ്ങുകളിൽ നാച്ചുറോപ്പതിയിലെ സെലിബ്രേഷന് വേണ്ടി വന്നു കഴിയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഒരു കാലത്ത് സിസ്റ്റംസ് പരസ്പരം പഴി പറഞ്ഞ് ചെളിവാരി എറിഞ്ഞ് ആ ഒരു രീതിയിലാണ് വളർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം. ഉദാഹരണത്തിന് ഇന്ന് നാച്ചുറോപ്പതി ഏറ്റവും വലിയ, അതായത് നാച്ചുറോപ്പതി എന്ന് ഞാൻ പറയുകയില്ല, നാച്ചുറോപ്പതിയുടെ പേരിൽ ഒരു കാലത്ത് ഇവിടെ കേരളത്തിൽ നടമാടിയിരുന്നത് നാച്ചുറോപ്പതിയുടെ പ്രയോക്താക്കൾ എന്ന് പറഞ്ഞാൽ, അതുമല്ലെങ്കിൽ പ്രകൃതി ജീവിതത്തിന്റെ പ്രയോക്താക്കൾ എന്നെല്ലാം പറഞ്ഞ ചിലർ ബാക്കിയുള്ള ചികിത്സാ സമ്പ്രദായങ്ങളെ തമ്പേ താറടിച്ച് അതിനെ ഇഴത്തി കാണിച്ച് മറ്റ് സിസ്റ്റംസ് എല്ലാം തന്നെ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഈ ഒരു ചികിത്സാ രീതിയെ നടത്താനായിട്ട് ശ്രമിച്ചത്. ഇതുകൊണ്ട് തന്നെ അനാവശ്യമായ പല തെറ്റിദ്ധാരണകളും നാച്ചുറോപ്പതി സിസ്റ്റത്തിനെ കുറിച്ച്, പ്രകൃതി യോഗ ചികിത്സാ സമ്പ്രദായത്തെ കുറിച്ച് ഉടലെടുക്കാൻ ഇത് കാരണമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് മാറ്റത്തിന്റെ കാറ്റ് ആഞ്ഞടിക്കുകയാണ്. ഞാനത് പറയാൻ കാരണം, ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ദേവകിരൺ, ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ എന്റെ ഓർമ്മകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2000-ലേക്ക് ഒന്ന് പോവുകയാണ് ഉണ്ടായത്. കാരണം അന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ, ഞാൻ പറയുന്നത് 2000-ലെ കാലമാണ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അവിടെയുള്ള ഒരു DPM ക്വാളിഫിക്കേഷനുള്ള അവിടുത്തെ ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ PK ജയദസിന്റെ കീഴിൽ അന്ന് 2000-ൽ അവിടെ ഒരു ഹോളിസ്റ്റിക് മെഡിസിൻ യൂണിറ്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ HDSന്റെ കീഴിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. HDSന്റെ കീഴിൽ അത് തുടങ്ങി. പിന്നീട് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ യോഗ ആൻഡ് നാച്ചുറോപ്പതി എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ഫണ്ട് അടക്കം നമുക്ക് ലഭിക്കുകയും 2 സീനിയർ റിസർച്ച് ഫെലോ, ഒരു JR ജൂനിയർ റിസർച്ച് ഫെലോ പൊസിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അവിടെ യോഗയിലും നാച്ചുറോപ്പതിയിലുമുള്ള റിസർച്ച് ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു എന്നുള്ളത് അദ്ദേഹം അറിയില്ല. അപ്പോൾ ഞാനിവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ദേവകിരൺ സാറും അദ്ദേഹവും ഒരു സൈക്കാട്രിസ്റ്റ് കൂടിയാണ്. എനിക്കുണ്ടായ ഒരു സന്തോഷം, ഡോക്ടർ PK ജയദസ് ഈ പറഞ്ഞുകൊണ്ട് തന്നെ സൈക്കാട്രി കയ്യിൽ വെച്ചുകൊണ്ട് ജനറൽ ഫിസിഷ്യനായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട്
അവിടെ വലിയ മാറ്റങ്ങൾ മെഡിക്കൽ കോളേജിൽ തുടങ്ങി വെച്ച ഒരു ഡോക്ടറാണ്. അപ്പോൾ അന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ആ വലിയൊരു OP ഷീറ്റെല്ലാം എഴുതുന്ന ഒരു ഭാഗമുണ്ട്. വൈകിട്ട് 4 മണി കഴിഞ്ഞാൽ ആ ഭാഗം മുഴുവൻ അരമണിക്കൂർ കൊണ്ട് അവിടുത്തെ ചേച്ചിമാർ വന്ന് ക്ലീനാക്കി അവിടെയാണ് രോഗികൾക്ക് യോഗ പരിശീലനം നടത്തിയിരുന്നത്. ഏകദേശം 2 മണിക്കൂറോളം ദിവസേന വൈകിട്ട്. അതിനുശേഷം അവരുടെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി അങ്ങനെ മെഡിക്കൽ കോളേജിൽ 2-3 വർഷത്തോളം റെഗുലർ ആയിട്ട് യോഗ പരിശീലനം അവിടുത്തെ ഡോക്ടർമാരടക്കം, അന്ന് കേശവകുട്ടി സാറായിരുന്നു നമ്മുടെ പ്രിൻസിപ്പൽ, റാണി മാഡം, ഇവരെല്ലാം ഉണ്ടായിരുന്നു. ഇവരെല്ലാമായിട്ട് വളരെ അടുപ്പം സ്ഥാപിക്കാൻ ഇവരെല്ലാം യോഗയ്ക്കും നാച്ചുറോപ്പതിക്കും വന്ന് നൽകിയ വലിയ സപ്പോർട്ട് ഞാൻ ഈ അവസരത്തിൽ വലിയ നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നീട് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ ഞാൻ നാച്ചുറോപ്പതി യോഗ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞു ഒരു തെറ്റിദ്ധാരണ പലർക്കും ഇടക്കാലത്ത് ഉണ്ടാകാൻ കാരണം ഏത് രംഗത്തും ആ രംഗം വളർന്ന് പടർന്ന് പന്തിരിക്കുമ്പോൾ തുടക്കത്തിൽ പഴയകാല പ്രവർത്തകർ അതുമല്ലെങ്കിൽ ഇതുമായി കുറെ കാലം ഇതുമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഉദാഹരണത്തിന് ആയുർവേദത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കാലത്ത് വൈദ്യന്മാർ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് BAM വന്നു, BAMS വന്നു. ഇതേപോലെ തന്നെ നാച്ചുറോപ്പതിയും കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ട് ഈ ഒരു ട്രാൻസിഷണൽ സ്റ്റേജിലാണ്. അതായത് പരമ്പരാഗത ചികിത്സകരിൽ നിന്ന് പൂർണ്ണമായും ഡിഗ്രി 5.5 വർഷത്തെ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസസ് എന്ന് പറയുന്ന 5.5 വർഷത്തെ ഡിഗ്രി എടുത്തിട്ടുള്ള ഡോക്ടർമാരുടെ കൈകളിലേക്ക് സേഫ് ആയിട്ടുള്ള കരങ്ങളിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസിഷൻ പീരീഡിലൂടെയാണ് നാച്ചുറോപ്പതി ഇത്രയും കാലം കടന്നുപോയത്. ബഹുമാനപ്പെട്ട ഡോക്ടർ ഷൈജു അദ്ദേഹം